ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് അല്ല കാണിക്കാൻ പോകുന്നതായി. ഇന്ന് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ദോശക്കല്ല് നല്ലപോലെ ദോശ ചുടാൻ പറ്റുന്ന രീതിയിൽ മയപ്പെടുത്തിയെടുക്കുന്ന ഒരു വീഡിയോ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണ, ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, ഒരു സ്ക്രബ്ബർ, ഇത്രയുമാണ് ആവശ്യം. ഇനി നമുക്ക് എങ്ങനെയാണ് ദോശയിൽ നിന്ന് ഇളക്കുന്ന രീതിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. നിങ്ങൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് വൃത്തിയാക്കണം. ആദ്യം തുണി വെച്ച് നല്ലപോലെ തുരുമ്പെല്ലാം തുടച്ച് കൊടുക്കാം. നല്ലപോലെ തുടച്ച് സൈഡിൽ വെക്കുക. നല്ല വൃത്തിയാക്കി നല്ല തുടച്ച് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം ഒന്നും വേണ്ട, കുറച്ച് എണ്ണ ഇട്ടാൽ മതി. ഞാൻ നല്ലെണ്ണയാണ് ഇട്ടത്. കൈ വെച്ച് നല്ലപോലെ സൈഡിലും എല്ലാം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് എണ്ണ പുറകിലും തേച്ച് കൊടുക്കണം. എണ്ണ ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പിട്ട് ഉരച്ച് കൊടുക്കണം. ഞാൻ കൈ വെച്ച് തന്നെയാണ് ഉരച്ച് കൊടുക്കുന്നത്. നല്ലപോലെ ഒരു 10 മിനിറ്റ് നേരെ ഉരച്ച് കൊടുക്കണം. പണ്ടുള്ള ആളുകൾ മണ്ണെടുത്ത് അത് വെച്ച് ഉരക്കുമായിരുന്നു. ചാരവും മണ്ണും എല്ലാം ഇട്ടാണ് ഉരച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാളും എളുപ്പമുള്ള രീതി ഇതാണ്. ഇത് തുരുമ്പ് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുതിയ ചട്ടി മേടിച്ചിട്ട് ദോശ ഇളകുന്നില്ലെങ്കിൽ അതിൽ സവാള അരിഞ്ഞ് അതിട്ട് നല്ലപോലെ ഉരച്ച് കഴുകണം. അല്ലെങ്കിൽ പുളി നല്ലപോലെ കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് അത് തേച്ച് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ദോശ ഇളകും. പഴകിയ ചട്ടി നല്ല പുതിയതുപോലെ ആവുകയോ പുതിയത് മേടിക്കുകയാണെങ്കിൽ നല്ല മയപ്പെട്ട് വരികയും ചെയ്യും. ഇത് കണ്ട, കല്ലുപ്പിൻ്റെ കളർ ഇളകി വരുന്നു. അത്രയ്ക്ക് തുരുമ്പ് ഇളകി പോകുന്നുണ്ട്. ഉപ്പ് നല്ലപോലെ അലിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെയും ഇതിങ്ങനെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പെടുത്ത് നമുക്ക് ഉരച്ച് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അപ്പം ചുടുന്ന ചട്ടിയും മീൻ പൊരിക്കുന്ന ചട്ടിയും എല്ലാം ഇതുപോലെ നല്ലപോലെ ഇത് തുരുമ്പെല്ലാം മാറ്റി നല്ല മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഇത് നല്ലപോലെ ഉരച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്ക്രബ്ബർ വെച്ച് നല്ലപോലെ ഉരച്ച് കഴുകണം. അടിയിലും എല്ലാം നല്ലപോലെ ഉരച്ച് കഴുകണം. ഇപ്പം തന്നെ നല്ല മിനുസമായിട്ടുണ്ട്. കൈ വെച്ച് നല്ല മിനുസം കണ്ടോ, നല്ല തിളങ്ങുന്നു. നല്ല മിനുസമായിട്ടുണ്ട്. പൈപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകി. ഇനി കുറച്ച് സോപ്പ് വെള്ളത്തിൽ കഴുകണം. സോപ്പ് വെള്ളത്തിലും കഴുകിയതിന് ശേഷം നല്ലപോലെ ഉണക്കാൻ വെക്കണം. ഇനി ഈ ദോശക്കല്ല് നല്ലപോലെ കഴുകി തുടച്ച ശേഷം കുറച്ച് നല്ലെണ്ണ തേച്ച് വെക്കാം.
കുറച്ച് നല്ലെണ്ണ തേച്ച് അങ്ങനെ വെച്ചേക്കണം. നല്ലെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ദോശ ചുടുന്ന സമയത്ത് നല്ലപോലെ ഇളകി വരും. എത്ര കട്ടി പിടിക്കുകയോ കട്ടിയിട്ട് കുത്തി ഇളക്കുകയോ ഒന്നും വേണ്ട. നല്ല കാസ്റ്റ് അയൺ ദോശച്ചട്ടി, ഇരുമ്പ് ചട്ടിയാണത്. മേടിച്ചാലും ഇളകിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ മതി. പക്ഷെ ഉപ്പിട്ട് ഉരക്കണമെന്നില്ല. ദോശ ചുടുന്ന സമയത്ത് നല്ലെണ്ണ തന്നെ തേച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ ഇളകുകയൊന്നുമില്ല. നോൺ സ്റ്റിക്കിലോ അലൂമിനിയത്തിലോ എല്ലാം പാചകം ചെയ്യുന്നതിനേക്കാളും ഇത് നല്ല സേഫാണ്. അയണിൻ്റെ കുറവുള്ളവർക്കെല്ലാം ഇതിൽ ഉണ്ടാക്കി ആണെങ്കിൽ അയണിൻ്റെ കുറവ് വരികയില്ല. അയണിൻ്റെ കുറവ് നികത്താനാവും. ഇനി ഇത് കാസ്റ്റ് അയണിലൊക്കെ ഉണ്ടാക്കണേക്കാളും നല്ല രുചിയുമാണിത്. ഇനി എല്ലാവരും ഇതുപോലെ കാസ്റ്റ് അയൺ, ഇരുമ്പ് ചട്ടിയെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കണം. ശരീരത്തിന് നല്ല സേഫാണിത്. എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ചത്. ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.